ഇത് നോക്കി സുഹൃത്തുക്കളെ, ഒരാൾ മുണ്ട് കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്നത്. തോമസ് കൂട്ടാ, ഇതെന്താ നമ്മളെ റോബോട്ട് പിണങ്ങിയിട്ട് നിൽക്കണോ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നിൽക്കണേ? ആളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണങ്ങാറുണ്ട്. അപ്പോ ആൾക്ക് സന്തോഷമാണെങ്കിൽ നമ്മളൊരു ടാറ്റ കൊടുത്താൽ മതി. ആൾക്ക് ടാറ്റ കൊടുത്ത് തിരിയും. അപ്പൊ ഒരു ടാറ്റ കൊടുത്തേ. ചേട്ടാ പിണങ്ങല്ലേ? Paracetamol, also known as acetaminophen, is commonly used for its pain relieving, analgesic, and fever reducing. അപ്പൊ ഞാൻ പറഞ്ഞ ആളിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തോമസ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളൊരാളെ കാണിക്കാൻ പോകുന്നത് നമ്മളെ പ്രേക്ഷകർക്ക് അല്ലേ? ആരെയാണ് നമ്മൾ കാണിക്കാൻ പോണേ? ഞാൻ ഉണ്ടാക്കിയ റോബോട്ടിനെയാണ് കാണിക്കാൻ പോകുന്നത്. നോക്കി സുഹൃത്തുക്കളെ, ഇതൊരാളിവിടെ മുണ്ടെടുത്തിട്ട് ഇതാ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ തോമസ് ചേട്ടാ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ഭവൻസ് വിദ്യാമന്ദിർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇരിഞ്ഞാലക്കുട തന്നെയാണ്. എത്രയിലാണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ 10th-ലാണ്. തോമസ് ഒരു അടിപൊളി റോബോട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ആശയം തോന്നി ഇങ്ങനെ റോബോട്ട് ഉണ്ടാക്കാൻ? സയൻസ് എക്സിബിഷന്റെ സമയത്താണ് ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയാലോ എന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ പിന്നെ സോഫിയനെ പോലത്തെ റോബോട്ട്സിനെ ഒക്കെ കണ്ടപ്പോ ഇത് പോസിബിൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതെ. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്പിറേഷൻ കണ്ടിട്ടാണ് നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞു. നമ്മൾ ഈ റോബോട്ട് എന്തൊക്കെ ഫീച്ചർ ഉണ്ട്? ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ മോഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ലോകത്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ പറയാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ പറയാൻ പറ്റും. നമ്മളിപ്പോ ഈ റോബോട്ട് ഇവിടെ നിൽക്കുകയാണ്, ഇതിനിങ്ങനെ നടക്കാനൊക്കെ സാധിക്കൂ? ഇപ്പൊ ഈ റോബോട്ടിന് നടക്കാൻ പറ്റില്ല. ഈ വെക്കേഷൻ സമയത്ത് ഞാനൊരു ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന് മനുഷ്യരെ നടത്തണ പോലെ തന്നെ ഇതിനെ നടത്താനുള്ള ഒരു ലെഗ്സ് ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാ റൂമിലേക്കും എല്ലാ റൂമിലേക്കും നടക്കാവുന്ന പോലെയാണ് ഞാൻ ഈ വെക്കേഷൻ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ ഓക്കെ. പിന്നെ അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഈ മരുന്നൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് മരുന്ന് സജസ്റ്റ് ചെയ്യാനും പറ്റുന്നു. അതെ, ഇതിന് ലോകത്തുള്ള കുറേ മരുന്നുകളുടെ പേരും കോമൺ ആയിട്ടുള്ള എല്ലാ മരുന്നുകളുടെ പേരും അറിയാം ഇതിന്. അപ്പോൾ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാലോ ഇതിനോട് അങ്ങനെ. അപ്പോൾ എന്താണ് നമുക്ക് അതിനോട് എന്ത് മെഡിസിനാണ് നമുക്ക് ചോദിക്കാം? നമുക്ക് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കണ മരുന്നാണ് പാരസെറ്റമോൾ. അതെ. അപ്പോൾ നമുക്ക് അതിന്റെ യൂസസിനെ കുറിച്ചും അതെന്തിനാ ഉപയോഗിക്കണതിനെ കുറിച്ച് റോബോട്ടിനോട് ചോദിക്കാം. Why is paracetamol used? Paracetamol, also known as acetaminophen, is commonly used for its pain relieving, analgesic, and fever reducing, antipyretic properties. It is often used to relieve mild to moderate pain. നമ്മൾ പാരസെറ്റമോളിനെ കുറിച്ച് ചോദിച്ചുള്ളൂ. അതിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാ കാര്യം, അതിന്റെ ഉപയോഗം എന്താണ്, ദോഷഫലങ്ങൾ എന്താണ്, ഇതൊക്കെ പറഞ്ഞിരുന്നേ. ഇങ്ങനെ ഇതൊക്കെ എല്ലാ മരുന്നുകളെയും കുറിച്ച് പറയുന്നത്. പാരസെറ്റമോൾ മാത്രമല്ല, ഈ ലോകത്ത് കണ്ടുപിടിച്ചിരിക്കുന്ന ഏത് മരുന്നിനെ കുറിച്ച് ചോദിച്ചാലും ഇതിന് ആൻസർ പറയാൻ പറ്റും. അത് കൊള്ളാലോ സംഗതി. അപ്പോൾ നമ്മളെ മെഡിസിൻ സജഷൻ ഇതാണ്. പിന്നെ എന്ത് ഫീച്ചറാണ് നമ്മൾ ഈ റോബോട്ടിനുള്ളത്? പിന്നെന്ന് പറയുന്നത് സെക്യൂരിറ്റി ഫീച്ചറാണ്. സെക്യൂരിറ്റി ഫീച്ചറോ? ഈ ക്യാമറ വെച്ചിട്ട് ഈ റോബോട്ട് നമ്മൾ ഇല്ലാത്ത സമയത്ത് എല്ലാ റൂമിലേക്കും പോകും. എന്നിട്ട് ഈ ക്യാമറ കൂടെ നമ്മളല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേസ് ഒക്കെ എല്ലാ വീട്ടിലുള്ള എല്ലാവരും ഫേസും ഡിറ്റക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ആരെങ്കിലും ആണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അലേർട്ട് വന്നിട്ട് അലാറം അടിക്കാൻ തുടങ്ങും. പോരാണ്ട് അവരുടെ ഈ ക്യാമറ കൂടെ അവരെന്തൊക്കെയാണ് ചെയ്യണേന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ക്യാമറയുടെ ഫ്രണ്ടിലുണ്ട്, അപ്പൊ എന്നെ കാണാൻ പറ്റൂ ക്യാമറയിലൂടെ? അതൊന്ന് കാണിച്ചു തന്നെ നോക്കട്ടെ. അപ്പൊ ഇതൊക്കെ സുഹൃത്തെ എന്റെ ഫോട്ടോ കറക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിപ്പോ എന്നെ ഫോട്ടോ എടുത്തു വെച്ചു അല്ലേ? അപ്പൊ തന്നെ ആള് മാറിയാലും ഇരിക്കാൻ വേണ്ടിട്ട് ഈ റോബോട്ട് അപ്പൊ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് വെക്കും. അതായത് ആളില്ലാത്ത സമയത്ത്, അതായത് ഇപ്പൊ നമ്മളിത് രണ്ടുപേരുള്ളൂ ഇവിടെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് റോബോട്ട് എന്റെ ഫോട്ടോ എടുത്തു. ഒന്നുകൂടി കാണിച്ച സംഭവം. ഇത് കണ്ട സുഹൃത്തുക്കളെ, ഞാനിത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കണ കണ്ടപ്പോ ആള് ഒപ്പിച്ച പരിടാ. എടാ കുട്ടാപ്പി, നീ ആള് കൊള്ളാലോ. അപ്പോ നമ്മളെ ഇതുപോലെ ഡിക്റ്റേറ്റ് ചെയ്യും. ഡിക്റ്റേറ്റ് ചെയ്തതിനു ശേഷം എന്താണ് ചെയ്യാ? നമ്മൾ ഈ വീട്ടിലുള്ള ആൾക്കാരല്ല, ഫേസ് വേറെ ആള് ഫേസ് ആണ് ഇത് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിന്റെ വീട്ടിലൊക്കെ ഇത് അലാറം അടിക്കും. അപ്പൊ അടുത്തുള്ളവരൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അലേർട്ട് ചെയ്യും. പിന്നെ അപ്പോൾ ഇത് നമ്മളെ സെക്യൂരിറ്റി ഫീച്ചർ. ഇനി എന്താണ് നമുക്ക് അടുത്ത ഫീച്ചർ? നമ്മുടെ മോഷൻ, കൈന്റെ മോഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇതിന്റെ മുന്നിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യാ? എന്നിട്ട് ഇതിന്റെ തല ഏത് സൈഡിലേക്ക് വെച്ചാൽ അങ്ങോട്ട് തിരിക്കും. തോമസ് കൂട്ടാ, ഇതെന്താ നമ്മളെ റോബോട്ട് പിണങ്ങിയിട്ട് നിൽക്കണോ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നിൽക്കണേ? ആളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണങ്ങാറുണ്ട്. അപ്പോ ആൾക്ക് സന്തോഷമാണെങ്കിൽ നമ്മളൊരു ടാറ്റ കൊടുത്താൽ മതി. ആൾക്ക് ടാറ്റ കൊടുത്ത് തിരിയും. അപ്പൊ ഒരു ടാറ്റ കൊടുത്തേ. വീണ്ടും പിണങ്ങിയല്ലോ. അത് പിന്നെയും പിണങ്ങിയപ്പോ ഒന്നുകൂടി ടാറ്റ കൊടുത്താൽ ശരിയാവും. അതെ, അപ്പൊ ടാറ്റ കൊടുത്താൽ ആള് നമ്മളെ നോക്കും. അപ്പൊ ഒരു ടാറ്റ കൂടി കൊടുത്തു നോക്കിയേ. ചേട്ടാ പിണങ്ങല്ലേ? അപ്പൊ ഇവർക്ക് പിണക്കൊക്കെ ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയാണെങ്കിലൊക്കെ കളിക്കും തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു ഫീച്ചർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
ഇമോഷണലി ഇന്റലിജന്റ് ആക്കാനാണ് റോബോട്ടിനെ ഉദ്ദേശിക്കുന്നത് ഈ ഫീച്ചർ കൊണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ ഒരു ഫീച്ചർ വെച്ചു, ഇനി ഇതിന് കൈയൊക്കെ വരും അല്ലേ? കൈയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നമസ്കാരം പറയും. മരുന്നൊക്കെ കൊടുക്കാൻ പറ്റും ഫ്യൂച്ചറിൽ. ഇതിന് കൈ വെച്ച് ഷേക്കാൻ കൊടുക്കുക, നമസ്കാരം കൊടുക്കുക, പിന്നെ പേഷ്യൻസിനൊക്കെ മരുന്ന് എടുത്ത് കൊടുക്കുക. അങ്ങനത്തെ ഫീച്ചറൊക്കെ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വെക്കേഷൻ. അപ്പോൾ അതൊക്കെയാണ് പഠിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ റോബോട്ട് കൂട്ടൻ പിണങ്ങിയ ആളിതാ തിരിച്ച് വീണ്ടും നോക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള വർക്കുകൾ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തോമസ് കൂട്ടനായിട്ട് കാണാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ അടുത്തൊരു വ്യക്തിയുമായിട്ട്, വ്യത്യസ്തനായ ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.